ഇന്ത്യയിലേക്കുള്ള തന്റെ ഉന്നത സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഓർക്കുമ്പോൾ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അതുല്യനായ വ്യക്തിയെന്ന് വിശേഷിപ്പിച്ചു. ബുധനാഴ്ച സിഡ്നിയിൽ ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിച്ച ഒരു സെമിനാറിൽ ഇന്ത്യൻ നേതാവുമായുള്ള തന്റെ ആശയവിനിമയത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ പങ്കുവച്ച കാർണി പ്രധാനമന്ത്രി മോദിയുടെ ആശ്രാന്ത സമർപ്പണത്തെ പ്രശംസിക്കുകയും ചെയ്തു. ആ വ്യക്തി അതുല്യനാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിലോ പ്രധാനമന്ത്രി എന്ന നിലയിലോ കഴിഞ്ഞ 25 വർഷത്തിനിടെ ഒരു ദിവസം പോലും അദ്ദേഹം അവധിയെടുത്തിട്ടില്ല. എല്ലാ വാരാന്ത്യത്തിലും അദ്ദേഹം പ്രചാരണത്തിനായി പുറത്തു പോവുകയും തന്റെ റാലിയിൽ 2,50,000 പേരെ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഗ്രാമീണ ജനതയ്ക്ക് വേണ്ടി സേവനം നൽകുന്നതിൽ പ്രധാനമന്ത്രി മോദി ഇപ്പോഴും വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി കനേഡിയൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രവർത്തന നൈതികതയെ പ്രശംസിച്ചു. നിലവിലെ ഭരണകൂടത്തിന്റെ പ്രധാന നേട്ടമായി പേയ്മെന്റ് സംവിധാനത്തിന്റെ പരിവർത്തനം അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു. UPI കുറിച്ച് പ്രത്യേക പരാമർശം നടത്തി. ആരും പിന്തുടരുന്ന ഒരു തന്ത്രം അദ്ദേഹം എനിക്ക് തന്നു. അതായത് അദ്ദേഹം ഡെലിവറിയിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അതിനെ ഗ്രാമീണ കുടുംബത്തിലേക്ക് വിളിക്കാം. അതിനാൽ സാമ്പത്തിക പരിഷ്കരണ പരിവർത്തനങ്ങൾ, പേയ്മെന്റ് സിസ്റ്റം പരിവർത്തനം, UPI, മറ്റ് കാര്യങ്ങൾ എന്നിവയ്ക്കുള്ള ഒരു വലിയ പ്രചോദനം. നിങ്ങൾക്കറിയാവുന്നതുപോലെ ചോർച്ചയില്ലാതെ വ്യക്തികൾക്ക് നേരിട്ട് പണം എത്തിക്കുക എന്നതായിരുന്നു. നമുക്ക് പറയാം, സിസ്റ്റത്തിൽ തത്സമയം ആളുകളെ നിങ്ങൾക്കറിയാമോ, കോടിക്കണക്കിന് ആളുകളെ ഔപചാരിക സമ്പദ് വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരിക. ഡെലിവറിയുടെ ആ വശത്ത് അദ്ദേഹം വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നും കാർണി പറഞ്ഞു. സമീപ വർഷങ്ങളിൽ മാധ്യം അനുഭവിച്ച ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു കാർണിയുടെ സമീപകാല ഇന്ത്യ സന്ദർശനം. യാത്രക്കിടെ സാങ്കേതിക വിദ്യ മുതൽ സാംസ്കാരിക സഹകരണം വരെയുള്ള മേഖലകൾ ഉൾക്കൊള്ളുന്ന നിരവധി ധാരണാപത്രങ്ങൾ കൈമാറുന്നതിന് പ്രധാനമന്ത്രി മോദിയും പ്രധാനമന്ത്രി കാർണിയും മേൽനോട്ടം വഹിച്ചു. നിലവിലെ സാഹചര്യത്തെ പങ്കാളിത്തത്തിന്റെ പുതിയ യുഗമെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി കാർണി ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ കാനഡയ്ക്ക് നല്ല സ്ഥാനമുണ്ടെന്നും ഉറപ്പിച്ചു പറഞ്ഞു. കനേഡിയൻ കമ്പനിയായ കാമേക്കോ ഇന്ത്യക്ക് യുറേനിയം വിതരണം ചെയ്യുന്നതിനായി ദീർഘകാല കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു. ജനങ്ങൾ തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ച് പരാമർശിക്കവേ ഏകദേശം 2 ദശലക്ഷം കനേഡിയന്മാർ ഇന്ത്യയിലേക്ക് വേരുകൾ കണ്ടെത്തുന്നുവെന്നും 10,000-കണക്കിന് ആളുകൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പതിവായി യാത്ര ചെയ്യുന്നുണ്ടെന്നും കാർണി ചൂണ്ടിക്കാട്ടി. ഇന്ത്യയും കാനഡയും ഒരു പ്രതിരോധ സഹകരണ കരാർ പുതുക്കുന്ന പ്രക്രിയയിലാണെന്നും അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.